ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ മുരളീധരൻ അവർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരെ, ജില്ലാ നേതാക്കന്മാരെ, മണ്ഡലം ഏരിയ സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭാരതമാതാവിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി അപമാനിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്നിവിടെ ഈ നടക്കുന്നത്. ഇതിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവരെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം പങ്കെടുക്കുന്ന ശ്രീ അബ്ദുൾ സലാം സാർ മൈനോറിറ്റി മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീമതി വി ടി രമ ടീച്ചർ, ശ്രീ ശിവൻകുട്ടി അവർ എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ അവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പൂജപ്പുര വാർഡിന്റെ പ്രിയങ്കരനായിട്ടുള്ള കൌൺസിലറുമായിട്ടുള്ള ശ്രീ വി ഡി രാജേഷ് അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി അവർ, തിരുമല അനിൽ അവർ, മറ്റ് ഉപാധ്യക്ഷന്മാർ, ജില്ലാ സെക്രട്ടറിമാർ, ജില്ലാ ട്രഷറർ തുടങ്ങിയ സഹപ്രവർത്തകരെയും മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, ഏരിയ അധ്യക്ഷന്മാർ, ഏരിയ ജനറൽ സെക്രട്ടറിമാർ, കൌൺസിലർമാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ പരിപാടി കവർ ചെയ്യാൻ എത്തിയിട്ടുള്ള മാധ്യമ അവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം നമസ്കാരം. ഓക്കെ ബാക്കിലോട്ട് മതി ഞാൻ സെറ്റ് ചെയ്ത് മാറണേ. ഞാൻ പറഞ്ഞുതരാം. കേറിയെന്നാ മതി. കുറച്ചുകൂടെ വെള്ളമടിക്കാൻ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മെമ്പറുമായിട്ടുള്ള ശ്രീ മുരളീധരൻ പാർട്ടിയുടെ
സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള JR പത്മകുമാർ, അഡ്വക്കേറ്റ് സുരേഷ്, ശിവൻകുട്ടി, PT രമ, പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സലാം സാർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സിമി ജ്യോതിഷ്, പാപ്പനംകുടി സജി, തിരുമല അനിൽ, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ VV രാജേഷ്, പ്രിയമുള്ള പാർട്ടി സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വിവാദമാക്കിയ ഭാരതാംബയെ അവഹേളിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെയും അതിന് കൊടപിടിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും കപട രാഷ്ട്രീയത്തിനെതിരെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിലനിർത്തുവാനുള്ള ഇടത് വലത് മുന്നണികളുടെ മത്സരങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഒരു ചിന്താക്കുഴപ്പത്തിൽ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മുന്നണികളുടെയും കപട നീക്കത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തിന്റെ പൈതൃകമായിട്ടുള്ള ഭാരതാംബയായി ഭാരതമാതാവിനെ സങ്കല്പിക്കുന്ന ആർഷഭാരത സംസ്കാരം, ആ സംസ്കാരം ലോകം മുഴുവൻ നിലനിർത്തുന്നതിന് വേണ്ടിയും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന ചെയ്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പാർച്ചന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ V മുരളീധരൻ അദ്ദേഹമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളു. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന BJPയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഉപാധ്യക്ഷ ശ്രീമതി VT രമ, ശ്രീ C ശിവൻകുട്ടി, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ JR പത്മകുമാർ, ശ്രീ S സുരേഷ്, ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ സലാം സർ, മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഈ നാടിന്റെ പാരമ്പര്യത്തിനും അഖണ്ഡതയ്ക്കും നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കും എതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന 2 പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ്. ചങ്കിൽ ഇന്ത്യയുള്ള ആളുകള് ഭാരതാംബയുടെ
ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കില് എന്നുള്ളത് കൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയൊക്കെ നടത്തിയത്. ചൈനയാണ് ചങ്കിൽ എന്ന് പറയുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതാദ്യമായിട്ടല്ല. ഇവരുടെ വലിയ താത്വിക ആചാര്യൻ 1962 പറഞ്ഞിരുന്നത് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ആ താത്വികാചാര്യന്റെ സംശയം ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും അവകാശപ്പെടുന്ന ഒരു ഭൂമിയെ കുറിച്ചാണ് തർക്കമെന്നാണ്. ഇത് 62 മാത്രമല്ല, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ചങ്കിലെ ചൈനയുമായിട്ട് സ്വാതന്ത്ര്യം നേടി 75 വർഷങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 2 മന്ത്രിമാര് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് ഒരു സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയോടാണ് വിരോധം. സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ പടത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു. ചരിത്രം അറിയാത്തതിന്, സ്കൂളിൽ പോകാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ പോയിട്ടുണ്ട്, എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും സ്കൂളിൽ എസ്എഫ്ഐയുടെ നേതാവായിരുന്നു. പക്ഷെ സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അദ്ദേഹം വാസ്തവത്തിൽ പഠിച്ചിട്ടുണ്ടോ, പാസ്സായിട്ടുണ്ടോ? സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ? പിന്നെ കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെയുള്ള എസ്എഫ്ഐ നേതാക്കന്മാർ പരീക്ഷ പാസ്സാവുന്നത് എങ്ങനെയാണെന്ന് ഈ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അടക്കം അറിയായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലും കുറെ ആളുകൾ അങ്ങനെയുണ്ടോ? അല്ല, പരിചയമുള്ള ആൾക്കാരുണ്ടോ? അപ്പൊ പരീക്ഷ പാസ്സായിട്ടുള്ളതാണോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം ഈ പറയുന്ന സ്ത്രീയെ ആദ്യമായിട്ട് വരയ്ക്കുന്നത് അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ചിത്രകാരനാണ്. അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തിന്റെ അടിസ്ഥാനം അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം എന്നുള്ള സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന ഗാനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതാംബ 4 കൈകളോടുകൂടി സശസ്ത്രയായിട്ടുള്ള ഭാരതാംബ, ആയുധങ്ങളേന്തിയ ഭാരതാംബ, 4 കൈകളിലും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാരതാംബ, ദുർഗാ ദശപ്രഹരണധാരിണി, 10 കൈകളോടുകൂടിയിട്ടുള്ള ഭാരതാംബയെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ കവിതയിൽ വന്ദേമാതരത്തിൽ വിശേഷിപ്പിച്ചത്. ആ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആ ചിത്രീകരണത്തെ, അതിനെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ, ആ കവിതയെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ അബനീന്ദ്രനാഥ ടാഗോർ 1905 4 കൈകളോടുകൂടി കാവി വസ്ത്രമണിഞ്ഞ ചിത്രം, ആ ചിത്രമാണ് അബനീന്ദ്രനാഥ് ടാഗോർ രചിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമായത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷവും ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് വിരമിച്ച എല്ലാ എംപിമാർക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, അദ്ദേഹം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്,
അദ്ദേഹം വിരമിക്കുന്ന ആളുകൾക്ക് ഉപഹാരമായിട്ട് നൽകിയത് അപരീന്ദ്രനാഥ് ടാഗോർ വരച്ച ഈ ചിത്രമാണ്. അത് വാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരെങ്കിലും ഒന്ന് നമ്മുടെ ഈ മന്ത്രിമാരൊന്ന് പോയി കാണണം. വിരമിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട്, അവരും അത് വാങ്ങിയിട്ടുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല ഇതേതാ സ്ത്രീ, ഞങ്ങൾക്കറിയില്ലല്ലോ ഈ സ്ത്രീ ഏത്. കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട്, അവരോട് ചോദിച്ചു നോക്കണം. അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാരാ ഈ സ്ത്രീ എന്ന് അന്വേഷിച്ചോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഭാരത് മാതാ സങ്കല്പം, ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം, ഇന്ത്യയെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം. ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം. നമ്മൾ ആറ്റുകാലിൽ പോകുമ്പോ ആറ്റുകാൽ അമ്മേ എന്ന് വിളിക്കും. ആറ്റുകാൽ അമ്മ പ്രസവിച്ചതാണോ നമ്മളെല്ലാവരും? അതുകൊണ്ടല്ലല്ലോ വിളിക്കുന്നത്. ആറ്റുകാൽ അമ്മേ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മള് മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ശക്തി, ആ ശക്തിയെ നമ്മള് ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മള് ആറ്റുകാൽ അമ്മയായിട്ട് കാണുന്നു. ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ്. അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത്. ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ, മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. ഭാരതാംബ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ, ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അമ്മ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവും? അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ, സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം? അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിറുകളുണ്ടായി, ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ടായി. വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൽക്കത്തയിലുണ്ട്, ഹരിദ്വാറിലുണ്ട്, അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ. ഇവിടെ ഈ ഭാരതമാതാവിന്റെ ചിത്രം, ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരാരും അത് വിശദീകരിച്ചിട്ടില്ല. ഭരണഘടനയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഒന്നും ചെയ്യില്ല എന്നാണ്. ഭരണഘടനയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഭരണഘടന 1949 നവംബർ 26 അംഗീകരിച്ച് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോ പുറത്തിറക്കപ്പെട്ട ഭരണഘടന. ആ ഭരണഘടനയിലുള്ളതെല്ലാം ആദരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവും. ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് അംഗീകരിക്കില്ല. ഭാരതാംബ ഭരണഘടനയിലില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി, ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി, ഈ നാട്ടിലെ കോടാനുകോടി ആളുകൾ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കുന്ന ഈ നാടിനോട് എനിക്ക് കൂറില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ചങ്കിൽ ചൈനയായതുകൊണ്ടായിരിക്കണം അത് പറയുന്നത്. അതല്ലാതെ മറ്റൊരു കാരണവും അതിന് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകൾ, അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം.
നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ? ആ നിയമസഭയിൽ എന്തു തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. രാജ്ഭവൻ ഭരണഘടനയുടെ ഭാഗമല്ലേ? രാജ്ഭവനിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ ആ ചടങ്ങിന് മുൻപ് എല്ലാവരും എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. 20 മിനിറ്റ് വൈകി വരിക, ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോവുക, അവഹേളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ, അവഹേളിച്ചത് ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഭാരതാംബയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണമെങ്കിൽ അതാ പ്രസംഗത്ത് പറഞ്ഞല്ലോ. ദേശീയ ഗാനത്തോടെന്താ വിരോധം? ദേശീയ ഗാനത്തിന് മുമ്പ് എന്താ ഇറങ്ങിപ്പോക്കിന്റെ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ നടന്ന മുഴുവൻ നാടകങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നേരത്തെ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷക്കാരുടെ കൂടെയായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോ അങ്ങോട്ട് പോയ ആളുകളെ കുറച്ചുപേരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് എടുത്തിട്ടുള്ള നടപടിയാണ് ആദ്യത്തെ പ്രതിഷേധം. എന്തായിരുന്നു കൃഷി വകുപ്പിന്റെ പരിപാടി? മഴനടൽ പരിസ്ഥിതി ദിനത്തിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, അത് കഴിഞ്ഞിട്ട് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര ചടങ്ങിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടി ഇത്രയും വലിയ അഭ്യാസങ്ങൾ, ഇത്രയും വലിയ നാടകങ്ങൾ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ, ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ, സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകങ്ങളെപ്പോലും ചവിട്ടിമെതിച്ചുകൊണ്ട്, ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനു വേണ്ടി, മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിനു വേണ്ടി, ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ, ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം, അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. വോട്ടിനു വേണ്ടി 4 വോട്ടിനു വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ 10,000-കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം, ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും, അതിന്റെ ലക്ഷ്യം എന്താണെങ്കിലും ശരി, അതിന്റെ ഉദ്ദേശം എന്താണെങ്കിലും ശരി, അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ നടത്തുന്ന ആളുകള്, അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും. അതുകൊണ്ട് ദേശീയ ചിഹ്നങ്ങളെയും സ്വാഭിമാന പ്രതീകങ്ങളെയും, ഈ നാടിനോടുള്ള കൂറിനെയും, ഈ നാടിനോടുള്ള അഭിമാനത്തെയും, ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും, ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ, ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല. ഈ നാട്ടിലെ ജനങ്ങൾ 4 വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ തരംതാണ രാഷ്ട്രീയം, ഈ തരംതാണ രാഷ്ട്രീയത്തെ തിരിച്ചറിയും. ഈ തരംതാണ രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയതയുടെ മുകളിൽ, അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് 4 വോട്ടിന് വേണ്ടി നടത്തുന്ന തരംതാണ രാഷ്ട്രീയം, ആ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ദേശീയ ചിഹ്നങ്ങളോട്,
ദേശീയ പ്രതീകങ്ങളോട്, ആ പ്രതീകങ്ങളോടുള്ള അവഹേളനം, ആ അവഹേളനം തുടർന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അവഹേളിക്കുന്നവരെ ചരിത്രത്തിൽ അവർക്ക് ഏത് സ്ഥാനത്താണ് അവരെ ഇരുത്തേണ്ടത് എന്ന്. അതുകൊണ്ട് ഈ മന്ത്രിമാരെ നടത്തുന്ന കോപ്രായം, ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല. ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ഒരുപിടി ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഭാരതാംബ, RSSന്റെ മാത്രം പ്രശ്നമല്ല ഭാരതാംബ. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അവനീന്ദ്രനാഥ് ടാഗോർ ചിത്രം വരയ്ക്കുന്ന ഘട്ടത്തിൽ RSS എന്ന് പറയുന്ന സംഘടന ജന്മം കൊണ്ടിട്ടില്ല. RSS ജന്മം കൊണ്ടത് 1925-ലാണ്. 1906 ആണ് അവനീന്ദ്രനാഥ് ടാഗോർ ഈ ചിത്രം വരയ്ക്കുന്നത്. RSS ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം എന്നുള്ള നിലയിൽ ആ പ്രതീകത്തെ RSS സ്വീകരിച്ചു. കാവിക്കൊടിയോടാണ് എതിർപ്പെങ്കിൽ കാവിക്കൊടി ത്യാഗത്തിന്റെ ചിഹ്നമാണ്, സമർപ്പണത്തിന്റെ അടയാളമാണ് എന്നുള്ളത് RSS അല്ല പറഞ്ഞത്, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളം, ആ അടയാളമാണ് കാവിക്കൊടി എന്നുള്ളത് RSSന്റെ ഭരണഘടനയിൽ പറഞ്ഞതല്ല. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാവിയുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാ കാവ്യ വന്നത്? അത് ത്യാഗത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് വന്നത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാകയിലുള്ള കാവിയോട് അലർജി ഉണ്ടെങ്കിൽ ആകെ ചൈനയെ ചങ്കിലേറ്റ് നടത്തുന്ന ആളുകൾക്ക് ഒരൊറ്റ നിറത്തോട് മാത്രമേ താല്പര്യമുള്ളൂ എങ്കിൽ അവര് ഈ നാട്ടിൽ ജീവിക്കണ്ട, അവർക്ക് സ്വന്തം അവരുടെ ചങ്കിലുള്ള ചൈനയിൽ പോയിക്കോട്ടെ, അവിടെ അവരെ സ്വീകരിക്കുമെങ്കിൽ. അതുകൊണ്ട് ഈ നാടിന്റെ ദേശീയ ചിഹ്നങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ് ഈ ആളുകൾ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ഒറ്റുകൊടുത്ത ആൾക്കാരാണ്. മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ച ആളുകളാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ച ആളുകളാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാരെടുത്തിട്ടുള്ള സമീപനം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആ സമീപനം ഇപ്പോഴും തുടരാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. ആകെ ഇനി ബാക്കിയുള്ളത് ഈ കേരളത്തിന്റെ ഇട്ടവട്ടോ. 30 കൊല്ലം ഭരിച്ച ബംഗാൾ മരുന്നിന് പോലും ചുവന്ന കൊടിയില്ല. ആകെയുള്ളത് ബംഗാൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം. ത്രിപുരയിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശും ഒക്കെ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നാണ്. ഇപ്പൊ അവിടെയൊന്നും ഒരാളുമില്ല. ഇനി ബാക്കിയുള്ള കേരളത്തിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആ പിന്മുറക്കാർ, അവരുടെ ആ ആളുകളുടെ പിന്മുറക്കാർ ഇപ്പോഴും അതേ നിലപാട് തുടരാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവർ അർഹിക്കുന്ന ചരിത്രത്തിന്റെ അവരർഹിക്കുന്ന സ്ഥാനത്തേക്ക് വലിച്ചെറിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പ്രകാശിപ്പിച്ച ശേഷം ദേശീയഗാനം ആലപിച്ചുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കുവാൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കഴക്കൂട്ടം അനിലിനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭാരതാംബയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് നടയിലുള്ള പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള നേതാവ് ശ്രീ വി മുരളീധരൻ ചേട്ടനാണ്. മുരളീധരൻ അവർക്ക് ഈ പരിപാടിയിലേക്ക് ഹാർദവമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ചേട്ടൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ രമൺ ടീച്ചർ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങി ഈ വേദിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും
ദേശസ്നേഹികൾക്കും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഹാർദവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ദേശീയഗാനം. സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ഗാവേ തവ ശുഭ ആശിഷ മാഗേ ഗാവേ തവ ജയ ഗാഥ ജന ഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ജയ जय हे भारत माता की जय.